അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. കോഴിപ്പള്ളി ജലനിധി ശുദ്ധജല പദ്ധതിയുടെ പ്രതിസന്ധിക്ക് പരിഹാരമായി. കഴിഞ്ഞ ഒരു മാസമായി കോഴിപ്പള്ളി മാറിക മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായിരുന്നു. കൂത്താട്ടുകുളം കോഴിപ്പള്ളി ജലനിധി പദ്ധതിയുടെ തകരാറ് പരിഹരിച്ചതോടെ ജലക്ഷാമത്തിന് പരിഹാരമായി. കഴിഞ്ഞ ഒരു മാസമായി കോഴിപ്പള്ളി മാറിക മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായിരുന്നു. ജലനിധി പദ്ധതിയുടെ കുഴൽക്കിണറിലെ മോട്ടോർ തകരാറിലായതാണ് ജലക്ഷാമത്തിന് കാരണമായത്. 741 കുടുംബങ്ങൾ ഈ ശുദ്ധജല പദ്ധതിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞുവരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TN സുനിലിന്റെ നേതൃത്വത്തിൽ മോട്ടറിന്റെ തകരാർ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു. കുടിവെള്ള ക്ഷാമം രൂക്ഷമായപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കഴിഞ്ഞ 15-ാം തീയതിയും 17-ാം തീയതിയും പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഓഫീസർമാരെ AXC മുതൽ താഴത്തേക്കുള്ളവരെയും വാട്ടർ അതോറിറ്റിയുടെ AXC മുതൽ താഴത്തേക്കുള്ളവരെയും ജലനിധിയുടെ ഭരണസമിതി അംഗങ്ങളെയും വിളിച്ച് ഇവിടെ 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞ ആഴ്ച കൂടുകയുണ്ടായി. അതിനകത്ത് എടുത്ത തീരുമാനമനുസരിച്ച് എത്രയും പെട്ടെന്ന് കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നും പൈപ്പ് ലൈനുകൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെന്നും പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പദ്ധതികളും വാട്ടർ അതോറിറ്റി അതിൻ്റേതായ രീതിയിൽ കംപ്ലൈൻറ്റുകളൊക്കെ തീർത്തു വരുന്നു. ചില മേഖലകളിൽ അധികം ഉയർന്ന പ്രദേശത്ത് വെള്ളം എത്തുന്നില്ലായിരിക്കും. അതുപോലെ തന്നെ ജലജീവൻ പദ്ധതിയിലും കണക്ഷൻ കൊടുക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും പുതിയതായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പ് ലൈനുകൾ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ജലനിധിയിൽ അതുപോലെ തന്നെ ഇതിൽ പ്രസ്താവനയിൽ മുൻ MLA പറഞ്ഞിരിക്കുന്ന പോലെയുള്ള 30 ദിവസമൊന്നും ആയിട്ടില്ല. അത് ഒരു ടേൺ അനുസരിച്ചായിരിക്കും വെള്ളം പല മേഖലയിലും കൊടുക്കുന്നത്. അതനുസരിച്ച് ചില ദിവസങ്ങളിൽ മാറ്റം വരും. അതിനകത്ത് കിണറിന് മോട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് തീർത്ത് കിണറിൽ മോട്ടർ പുനഃസ്ഥാപിക്കുകയും ഇന്നലെ മുതൽ വെള്ളം അടിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അല്ലാതെ അത് ഇപ്പോഴും പിന്നെ അത് എല്ലാ മേഖലയിലും എത്തി വരുമ്പോഴത്തേനും ഏതാനും ദിവസങ്ങളെടുക്കും. കാരണം ഇത്രയും ദിവസം വെള്ളമില്ലായിരുന്നത് കൊണ്ട് വെള്ളം കൂടുതലായിട്ട് ആളുകൾ പിടിക്കുകയും താഴ്ന്ന പ്രദേശത്ത് വെള്ളം കൂടുതൽ പിടിക്കുന്ന ഒരവസ്ഥയിൽ ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളം എത്താൻ അല്പം താമസം വരും. മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇന്നലെ എങ്ങാണ്ട് വന്ന ഒരു പദ്ധതി പോലെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു വെള്ളത്തിനെ കുറിച്ച്. പക്ഷേ അപ്പോഴത്തേക്കും തന്നെ അവരോട് ഞാൻ പറഞ്ഞിരുന്നു 2-3 ദിവസത്തിനകം ഇവിടെയുള്ളതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന്. പക്ഷേ എന്നാൽ ഇന്നലെ തന്നെ വൈകിട്ട് അത് പരിഹരിച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 620 അടി താഴ്ചയുള്ള കുഴക്കിണറാണ്. അത് വൃത്തിയാക്കുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ അതിനകത്തുള്ള അഴുക്കുകൾ നീക്കം ചെയ്യാൻ ആവശ്യമായ പമ്പ് സെറ്റുകൾ നമ്മുടെ ഈ അടുത്ത പ്രദേശത്തില്ലായിരുന്നു. അത് കുഴക്കിണർ അടിക്കുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യണം. ആ കിണർ ബോർവെല്ല എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ അങ്ങനെയുള്ള മെഷീൻ വന്നിട്ട് നമ്മുടെ ഒരു ഓപ്പൺ വെല്ല് കുഴക്കിണറിന് അടുത്തുള്ളത് കൊണ്ട് അങ്ങോട്ട് വാഹനം എടുക്കാതെ വരികയും പിന്നീട് കംപ്രസർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ ഇന്നലെ ഇറക്കി സ്ഥാപിച്ചിട്ടുണ്ട്. കുടിവെള്ള ക്ഷാമം ഏതാണ്ട് 2-3 ദിവസത്തിനകം പരിഹരിച്ചു പോകും. ആ ടേൺ അനുസരിച്ച് എല്ലായിടത്തും വെള്ളം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തകരാർ പരിഹരിച്ച മോട്ടോർ പുനഃസ്ഥാപിച്ചതോടെ ജലക്ഷാമത്തിന് പരിഹാരമാവുകയായിരുന്നു. നേരത്തെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ പഞ്ചായത്തിലെ MVIP കനാൽ ശുചീകരിച്ചിരുന്നു. ഇതോടെ കനാലിൽ വെള്ളം എത്തുകയും ജനങ്ങൾക്ക് ആശ്വാസമാകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.